വാർത്തകൾ തുടരുന്നു. തേങ്ങയിടുവാൻ ആളെ കിട്ടാനില്ലെന്ന പരാതിക്ക് റോബോട്ടിക്സിന്റെ സഹായത്തോടെ പരിഹാരം തീർക്കുകയാണ് വയനാട് സ്വദേശി പ്രകാശൻ എന്ന റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ. യന്ത്രക്കൈയുടെ സഹായത്തോടെ തേങ്ങയിടുവാൻ ഇദ്ദേഹം രൂപകൽപ്പന ചെയ്ത റോബോട്ട് സൂപ്പർ ഹിറ്റായി കഴിഞ്ഞു. തേങ്ങവലിയിലെ യന്ത്രൻ വിശേഷത്തിലേക്ക്. തേങ്ങയിടുവാൻ ഇനി മനുഷ്യനെ തേടി പോകേണ്ടതില്ല. താമസിയാതെ വീട്ടുപടിക്കലെത്തുന്ന ഈ യന്ത്രൻ കാര്യങ്ങൾ ഭംഗിയാക്കി തരും. വയനാട് സ്വദേശി വാണിജ്യ നികുതി വകുപ്പിൽ നിന്ന് ഇന്റലിജൻസ് വിഭാഗം ഡെപ്യൂട്ടി കമ്മീഷണറായി വിരമിച്ച തട്ടാരി പ്രകാശൻ എന്നയാളാണ് ഈ കിടിലൻ യന്ത്രത്തിന്റെ സ്രഷ്ടാവ്. തേങ്ങയിടുവാൻ ആളെ കിട്ടാതെ വന്നപ്പോൾ 2.5 വർഷം മുമ്പ് ഉദിച്ച ഒരു ആശയം ഘട്ടങ്ങളായി പരിണമിച്ചാണ് ഈ തേങ്ങയിടൽ യന്ത്രനിൽ എത്തി നിൽക്കുന്നത്. മെക്കാനിക്സ്, ഇലക്ട്രോണിക്സ്, എഞ്ചിനീയറിംഗ്, റോബോട്ടിക്സ് തുടങ്ങി 4 ശാസ്ത്ര വിഭാഗങ്ങൾ വിദഗ്ധമായി സമന്വയിക്കുന്നു ഈ ഉപകരണത്തിൽ. റേഡിയോ ഫ്രീക്വൻസി റിമോട്ട് വഴി തനിയെ തെങ്ങിൽ കയറി യന്ത്രക്കൈയിലെ കട്ടർ ഉപയോഗിച്ച് തേങ്ങയും ഓലയുമെല്ലാം അറുത്തുമാറ്റുവാനും, എന്തിനേറെ പറയുന്നു കൈകൊണ്ട് തേങ്ങയും ഇളനീരുമെല്ലാം പിരിച്ചു താഴെയിടുവാനും ഈ മിടുക്കൻ യന്ത്രത്തിന് സാധിക്കുന്നു. Boom, boom, robo-da, robo-da, robo-da. Zoom, zoom, robo-da, robo-da, robo-da. Boom, boom, robo-da, robo-da, robo-da. Zoom, zoom, robo-da, robo-da, robo-da. ഏഴ് മോട്ടോറുകളും ഇലക്ട്രോണിക് മെക്കാനിക്കൽ ഭാഗങ്ങളുമടക്കം യന്ത്രത്തിന്റെ ഭാരം ആകെ 9 കിലോ. 12 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്താൽ 5 തെങ്ങിൽ വരെ കയറുവാൻ സാധിക്കും. തന്റെ കണ്ടുപിടുത്തത്തെക്കുറിച്ച് യന്ത്രന്റെ സ്രഷ്ടാവ് പ്രകാശൻ. ഏതാണ്ട് ഒരു 5 കിലോന്റെ അടുത്ത് താഴത്തെ പാർട്ടും 5 കിലോന്റെ അടുത്ത് മുകളിലെ പാർട്ടും. അപ്പൊ ഒരു സമയത്ത് ഇതിന് 5 കിലോന്റെ താഴെയുള്ളൂ ഇതിന് എഫേർട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് ഇതിന് 10 കിലോ മൊത്തത്തിൽ പൊക്കാൻ പറ്റും. പെട്ടെന്ന് തോന്നുന്നേരം വിചാരിക്കും ഇത് പറ്റൂലാന്ന്. അങ്ങനെ അവഗണിച്ചു പോയിട്ടുണ്ട് പല സ്ഥലത്തും. ഇത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായിട്ട് എന്തോ അറിയില്ല. പക്ഷെ ഇത് സംഗതി കയറിയിട്ടുണ്ട് സംഗതി മെഷീൻ. അതവരത്ര കണ്ടോന്നുള്ള അറിയില്ല. പിന്നെ അങ്ങനെ ഇത് ഉണ്ടാക്കിയതാണ്. അപ്പൊ പിന്നെ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് വളരെ സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റും. ഒരു 100 അടി വിട്ടുന്നിട്ട് വരെ ചെയ്യാൻ പറ്റും. പിന്നെ ഹൈറ്റ് ഒരു പ്രശ്നമല്ല. എത്ര ഹൈറ്റ് വേണമെങ്കിലും കയറിക്കോളും. പിന്നെ നമുക്ക് അങ്ങോട്ട് കാഴ്ച കിട്ടാനുള്ള വേറെ പ്രശ്നം. അപ്പൊ വേണമെങ്കിൽ ബൈനോക്കുലറോ ഇത് ഉപയോഗിച്ചിട്ട് വെച്ച് നോക്കി. പിന്നെ ആദ്യമൊക്കെ വളരെ സമയം എടുക്കും. കാരണം ഈ പിന്നെ റിമോട്ടിന്റെ ഫംഗ്ഷൻ തന്നെ പഠിച്ചുണ്ടാക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നുണ്ട്. അതൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലായിട്ട് എനിക്ക് പിന്നെ പരിശോധിച്ച് നോക്കാൻ പറ്റിയില്ല, പരീക്ഷിച്ച് നോക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ഇത് വീക്കായിട്ടുള്ള ബോഡിയാണ്. തേങ്ങയിടുന്നതിനായി യന്ത്രം കണ്ടുപിടിക്കുന്നവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച 1 ലക്ഷം രൂപ പ്രകാശന് ലഭിച്ചിരുന്നു. ഇപ്പോഴത്തെ ഈ പുതിയ ഉപകരണത്തിന് 1.5 ലക്ഷം രൂപയോളം ചെലവഴിച്ചു. ഇപ്പോൾ പേറ്റന്റിന് അപേക്ഷിച്ച് കാത്തിരിക്കുകയാണ് ഇദ്ദേഹം. തേങ്ങയിടൽ യന്ത്രത്തിന്റെ വികസനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട 3 പേർക്ക് 10 ലക്ഷം രൂപ ലഭിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും അക്കാര്യത്തിൽ തീരുമാനമാകാത്തതിൽ ചെറിയൊരു നിരാശയും ഈ റിട്ടയർഡ് ഉദ്യോഗസ്ഥനുണ്ട്. ഏതെങ്കിലും വലിയ കമ്പനികൾ മുന്നോട്ട് വന്നാൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഈ ഉപകരണം വിപണിയിലിറക്കുവാനും പ്രകാശന് താൽപര്യമുണ്ട്. തന്റെ തൊഴിൽ മേഖലയുമായി ഒരു ബന്ധമില്ലാഞ്ഞിട്ട് പോലും 4 വ്യത്യസ്ത ടെക്നോളജികളെ കൂട്ടിയിണക്കി ശ്രദ്ധേയനാകുകയാണ് വയനാട് സ്വദേശിയായ ഈ ചെറിയ ശാസ്ത്രജ്ഞൻ. ഒപ്പം അതിശയമാകുന്ന ഈ യന്ത്രനും കൗതുക കാഴ്ചകൾക്കപ്പുറം ഉയർന്നു നിൽക്കുന്നു. വയനാട് നിന്നും ക്യാമറമാൻ രാഹുലിനൊപ്പം രാജേഷ് പറമ്പിൽ, സ്പൈഡർ ന്യൂസ്.